മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്തു അല്ലേ. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ചാപ്റ്റർ ഏതാണ്? 8ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ, ഞങ്ങളുടെ ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ ലാസ്റ്റ് ചാപ്റ്ററാണ് ബൈസെക്ടേഴ്സ്. അപ്പോൾ അതിൽ നമ്മൾ പേജ് നമ്പർ 107 വരുന്ന കുറച്ച് പ്രോബ്ലംസ് ഒക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിരുന്നു അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ആഡ് ചെയ്തപ്പോൾ ഒരു പ്രോബ്ലത്തിൽ 3.25 പ്ലസ് 3.25 ചെയ്തിരുന്നു നമ്മൾ. അതിൻ്റെ ആൻസർ 6.5 അല്ലേ വരിക. ഞാൻ 7.5 എന്ന് എഴുതിയിരുന്നു. അതെനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് ആഡ് ചെയ്തപ്പോൾ. അത് നിങ്ങൾ 6.5 ആയിട്ട് ചെയ്താൽ മതി കേട്ടോ. ഒന്നുമില്ല, ആഡ് ചെയ്യും 6.5 വെച്ച് വരച്ചാൽ മതി. അത് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ക്ലാസ് ഒന്ന് കാണുമ്പോൾ അതിൽ ഇങ്ങനെ ചെറിയൊരു മിസ്റ്റേക്ക് ഞാൻ വരുത്തിയിട്ടുണ്ട്. അത് ഞാൻ ധൃതിയിൽ ചെയ്തപ്പോൾ ഞാൻ അറിയാണ്ട് ഇവിടെ 7 ഇട്ട് പോയി 6ന് പകരം. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് കറക്റ്റ് ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ പ്രോബ്ലംസൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും എളുപ്പമായിരിക്കും എന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് പുതിയൊരു ടോപ്പിക്ക് നമുക്കിന്ന് നോക്കാനുണ്ട്. അത് റോംബസസ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ റോംബസ് എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പോൾ ഈ പട്ടത്തിൻ്റെ ഷേപ്പൊക്കെ ഇല്ലേ, നമ്മുടെ കൈറ്റ്. അപ്പോൾ കൈറ്റിൻ്റെ ഷേപ്പൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അതൊക്കെ ഏകദേശം ഇങ്ങനത്തെ ഒരു ഷേപ്പ് കണ്ടിട്ടില്ലേ? അതൊക്കെ റോംബസ് ഷേപ്പിൽ പെടുന്നതാണ്. അപ്പോൾ റോംബസ് ആവാൻ കുറച്ച് കണ്ടീഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഈ റോംബസ് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടിപ്പോൾ നമുക്കൊരു ആർക്ക് നമുക്കിവിടെ വരച്ചെടുക്കാം. ആർക്കല്ല, സോറി, ആംഗിള്. അപ്പോൾ നമ്മൾ ആംഗിൾ വരയ്ക്കാൻ എന്താ ചെയ്യാം? നമുക്കൊരു ആംഗിൾ വരയ്ക്കണം. അപ്പോൾ ഞാൻ ആംഗിൾ വരയ്ക്കാം. ഇതാ, പിന്നെ നമ്മളൊരു ആംഗിൾ എന്നല്ലേ പറയുക ഇതിന്. ആംഗിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, 2 ആംസ് ഉണ്ടായിരിക്കും അതിനല്ലേ. അപ്പോൾ ഇത് OAB എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ OB എന്ന് പറയുന്നത് ഇതിൻ്റെ ആംസാണ്. ഈ A എന്ന് പറയുന്നതാണ് അതിൻ്റെ ഇവിടുത്തെ ആംഗിൾ വരിക അല്ലേ, വെർട്ടെക്സ് അല്ലേ. O ആണ് ഇവിടുത്തെ വെർട്ടെക്സ്. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആംഗിളിൽ ഈക്വലായിട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ പോവാണ്. ഇതാ, എത്രയാണെന്നൊന്നും ഞാൻ നോക്കുന്നില്ല. ഒരു ലെങ്ത്ത് അത് ഈക്വലായിട്ട് ഞാൻ ഇവിടേക്കും ഈ ആമിലേക്കും മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിന്ന് O തൊട്ട് ഞാനിപ്പോൾ മാർക്ക് ചെയ്ത പോയിൻ്റ് വരെയുള്ള ഡിസ്റ്റൻസും ഈ O തൊട്ട് ഇവിടെ ഈ ആമിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള വരെയുള്ള ഡിസ്റ്റൻസും ഇപ്പോൾ സെയിം ആയിരിക്കുമല്ലോ അല്ലേ. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പാരലായിട്ട്, അതായത് ഈ O തൊട്ട് ഇവിടെ ഞാൻ ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത വരയുണ്ടല്ലോ പോയിൻ്റ്, ആ ലൈൻ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഇതേ ലെങ്ത്ത് അത് ഞാൻ ഇവിടേക്ക് വേണമെങ്കിൽ മാറ്റി വരച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഇവിടെ നിന്ന് ഇവിടം വരെ ഞാൻ O തൊട്ട് ഈ ലെങ്ത്ത് വരെ, അതുപോലെ OA എന്ന് പറയുന്ന ലൈനിലും ഇവിടം തൊട്ട് ഇവിടം വരെ ഇങ്ങനെ മാർക്ക് ചെയ്തല്ലോ. ഈ പോയിൻറ്റ്സാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ, അല്ലാതെ Aയും Bയും അല്ല. അപ്പോൾ നമ്മൾ ഈക്വൽ ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തില്ലേ, ആ പോയിൻറ്റ്സ്. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പാരലായിട്ട്, അതായത് ഈ ലൈനിന് പാരലായിട്ട് എന്ത് ചെയ്യുക, ഈ ലൈനിൽ പാരലായിട്ട്, അതായത് നമുക്ക് താഴത്തെ വരയ്ക്കാം. ഈ ലൈൻ കണ്ടല്ലോ, അതിന് പാരലായിട്ട് മുകളിൽ ഇതേ ലെങ്ത്ത് ഇങ്ങോട്ട് വരയ്ക്കുക, ഇതിന് പാരലായിട്ട്, ഈ ലൈനിന് പാരലായിട്ട്. അപ്പോൾ നമ്മളത് എങ്ങനെ വരയ്ക്കും? ഇതല്ലേ ലൈൻ, ഇതിന് പാരലായിട്ട് നമ്മൾ ഇവിടേക്ക് സെയിം ലെങ്ത്താണ് വരയ്ക്കുന്നത്. എത്ര ഈ ലെങ്ത്ത്? 3.5. അപ്പോൾ അത് തന്നെ നമുക്ക് മുകളിലേക്ക് ഇങ്ങോട്ട് 3.5 പാരലായിട്ട് വരയ്ക്കാം. ഇനി ഈ ലൈൻ കണ്ടല്ലോ, ഈ ലൈനിന് പാരലായിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും അല്ലേ, ഇങ്ങനൊരു ഫിഗർ കിട്ടി. ഇനി ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? 4 സൈഡുള്ളൊരു ഫിഗറിനെ നമ്മൾ എന്ത് വിളിക്കും? ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കും അല്ലേ. ഇത് നമ്മൾ ക്വാഡ്രിലാറ്ററൽ എന്നല്ലേ വിളിക്കാം. അപ്പോൾ ഈ ഫിഗറിനെ നമുക്ക് ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കാം. ഇനി ഈ ക്വാഡ്രിലാറ്ററൽ ഒരു പാരലലോഗ്രാമാണ്. എന്താ ഈ പാരലലോഗ്രാം എന്ന് പറഞ്ഞാൽ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പാരലലോഗ്രാം കേട്ടിട്ടുണ്ടാവുമല്ലോ. അതായത് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലായിരിക്കും അല്ലേ. ഇപ്പോൾ നമ്മൾ അതുപോലെ ഈക്വലും ആയിരിക്കും. ഇതേ ലെങ്ത്ത് എടുത്തല്ലേ നമ്മളിവിടെ ഇത് വരച്ചത്, അതുപോലെ ഇതേ ലെങ്ത്തിൽ തന്നെയാണ് നമ്മൾ മുകളിലും വരച്ചത്. അതും പാരലൽ, ഇതിന് പാരലായിട്ട് തന്നെയാണ് ഇത് വരച്ചത്. പാരലൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇങ്ങനെ, അതായത് ഒരു ലൈനിന് പാരലൽ എന്ന് പറഞ്ഞാൽ ഈ ലൈൻസ് ഒരിക്കലും കൂട്ടിമുട്ടില്ല. അതുപോലെയല്ലേ ഇത് രണ്ടും വരച്ചിരിക്കുന്നത് നമ്മൾ. ഇപ്പം ഇതും ഈക്വലും പാരലലുമാണ്.
പിന്നെ ഈ 2 ലൈൻസ് മുകളിലത്തെ താഴത്തെയും 2 ലൈൻസ് പാരലൽ ആൻഡ് ഈക്വൽ ആണ്. അതുകൊണ്ട് ഈ ഒരു ക്വാഡ്രിലാറ്ററലിനെ നമുക്ക് എന്തും വിളിക്കാം, പാരലലോഗ്രാം എന്നും വിളിക്കാം. അതായത് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ 4 സൈഡുള്ള ഒരു ഫിഗർ എന്നേ ഉള്ളൂ. അത് നമുക്ക് കിട്ടി. അത് എന്തുകൂടെയാണ്, പാരലലോഗ്രാമും കൂടിയാണ്. കാരണം ഇത് പാരലലോഗ്രാമിൻ്റെ കണ്ടീഷൻ ഒബേ ചെയ്യുന്നുണ്ട്. എന്താണ് പാരലലോഗ്രാമിൻ്റെ കണ്ടീഷൻ? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആൻഡ് പാരലൽ ആയിരിക്കണം. അതായത് ഈ സൈഡ്, അപ്പോൾ ഞാനിതിന് പേര് കൊടുക്കുകയാണെങ്കിൽ OABC എന്ന് പേര് കൊടുത്തു. OAയും CBയും ഈക്വൽ ആൻഡ് പാരലലാണ് അല്ലേ? ഈ OA എന്ന് പറയുന്ന സൈഡും BC എന്ന് പറയുന്ന സൈഡും എന്താണ്, ഈക്വലുമാണ് പാരലലുമാണ്. അതുപോലെ തന്നെ താഴത്തെ OCയും മുകളിലത്തെ ABയും ഈക്വലുമാണ് പാരലലുമാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സുകൾ ഈക്വൽ ആൻഡ് പാരലൽ ആണെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാമെന്നാണ് പറഞ്ഞത്, പാരലലോഗ്രാം എന്ന് വിളിക്കാം അല്ലേ? ഇനി ഈ പാരലലോഗ്രാമിന് നമുക്ക് ഒരു ഡയഗണൽ വരയ്ക്കാം. ഡയഗണൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഓപ്പോസിറ്റ് വെർട്ടെക്സുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനെയാണ് നമ്മൾ എന്ത് പറയുക, ഡയഗണൽ എന്ന് പറയാം. അതായത് A തൊട്ട് A എന്ന് ഞാൻ സീലിക്ക് ഇപ്പോൾ വരച്ചില്ലേ, അതാണ് അതിൻ്റെ ഡയഗണൽ. അതുപോലെ വേറൊരു ഡയഗണലും കൂടെ വരയ്ക്കാം, Oയിൽ നിന്ന് Bയിലേക്ക്. അപ്പോൾ അവിടേക്കും നമ്മളൊരു ഡയഗണൽ വരച്ചു. അപ്പോൾ നോക്കൂ, ഈ 2 ഡയഗണൽസ് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിള് 90 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ ഇതെന്താണ്, പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സാണ്. ആരൊക്കെ? ACയും പെർപെൻഡിക്കുലർ ടു, അതായത് AC എന്ന് പറയുന്നത് ഈ ഡയഗണൽ, OB എന്ന് പറയുന്നത് ഈ ഡയഗണൽ. അപ്പോൾ ACയും OBയും പെർപെൻഡിക്കുലർ ആണ് അല്ലേ? അതുകൊണ്ട് ഒരു ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? 2 ഈക്വൽ പാർട്സ് ആക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സുമാണ്. അപ്പോൾ ഇതെന്താണ്, നമ്മൾ വരച്ച പാരലലോഗ്രാമിൻ്റെ ഡയഗണൽസ് നമ്മൾ വരച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആ സൈഡ് ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സാണെന്ന് കിട്ടി. അതായത് ACനെ OB എന്ത് ചെയ്യുന്നുണ്ട്, ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട്, അതും പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, AC എന്ന് പറയുന്നത് OBയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ്. തിരിച്ചും പറയാം, OBയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ് AC അല്ലേ? ഇവർ പരസ്പരം പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നോക്കൂ, ഈ എല്ലാ സൈഡുകളും ഈക്വൽ ആണെന്ന് നമുക്കറിയാം അല്ലേ? കാരണം നമ്മൾ ഈ ലെങ്ത് തന്നെയാണ് ഇത്, ഈ ലെങ്ത് തന്നെയാണ് ഇതൊന്നും നമ്മൾ ഇവിടെ ആദ്യത്തെ നമ്മൾ ചെയ്തപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത്തും ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത്ത് ഈക്വലല്ല എടുത്തത്. അത് വെച്ചിട്ടാണല്ലോ നമ്മൾ ഈ ഫിഗർ കംപ്ലീറ്റ് ചെയ്തത് അല്ലേ? അപ്പോൾ ഈ എല്ലാ ലെങ്ത്തും എന്താണ്, ഇതിൻ്റെ 4 സൈഡും എന്താണ്, ഈക്വലാണ്. അതായത് AB ഈക്വൽ ടു BC ഈക്വൽ ടു CO ഈക്വൽ ടു OA അല്ലേ? ഇതിൻ്റെ 4 സൈഡും ഈക്വലാണ്. അതുപോലെ ഇതിൻ്റെ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സുമാണ് അല്ലേ? ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് അല്ലേ? പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫിഗറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റോംബസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് എന്താണ്, 4 സൈഡുകളും ഈക്വൽ ആവുകയും അതിൻ്റെ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആവുകയും ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം, ഒരു റോംബസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നൊരു പോയിൻ്റ്, ഇൻ എനി റോംബസ് ഏത് റോംബസ് എടുത്താലും അതിൻ്റെ ഡയഗണൽസ് എന്തായിരിക്കും, ദ ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഈച്ച് അതർ. എന്താ അതിൻ്റെ അർത്ഥം, ഏത് റോംബസിൻ്റെയും ഡയഗണൽസ് പരസ്പരം പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിരിക്കും. അതായത് ACയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ് OB, അതുപോലെ തന്നെ OBയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ് AC. അവർ പരസ്പരം പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ റോംബസിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, അവരുടെ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഈച്ച് അതർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ക്വാഡ്രിലാറ്ററൽ എന്ത് പറയാം, അത് റോംബസ് ആണെന്ന് പറയാം. പിന്നെ റോംബസിൻ്റെ 4 സൈഡുകളും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതും റോംബസിൻ്റെ കണ്ടീഷനാണ്. അടുത്തത് നമ്മളോട്
ഒന്ന് പ്രൂവ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത് ഇഫ് വി ഡ്രോ എ ക്വാഡ്രിലാറ്ററൽ വിത്ത് ഇറ്റ്സ് ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഈച്ച് അതർ വുഡ് ഇറ്റ് ബി എ റോംബസ്. അതായത് നമ്മളൊരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കുകയാണ്, അതിന് എന്താണ് അതിൻ്റെ ഡയഗണൽസ് പരസ്പരം എന്താണ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ അതൊരു റോംബസ് ആവുമോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ റോംബസിൻ്റെ കണ്ടീഷൻ എന്താ പറഞ്ഞത്? പാരലൽ ആയിരിക്കണം, സൈഡ്സ് ഈക്വൽ ആയിരിക്കണം അല്ലേ, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആൻഡ് ഈക്വൽ ആയിരിക്കണം, അതിൻ്റെ ബൈസെക്ടേഴ്സ് എന്തായിരിക്കണം, പരസ്പരം എന്തായിരിക്കണം, ഡയഗണൽസ് പരസ്പരം പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഫിഗറിന് എന്ത് പറയും? അങ്ങനെയാണെങ്കിൽ നമുക്ക് ABCD ഒരു റോംബസ് ആണെന്ന് പറയാം അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് അവർ പറയാണ് നമ്മളോട് ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഈച്ച് അതർ ആയിട്ടുള്ള ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചാൽ അതൊരു റോംബസ് ആവുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിട്ടുള്ള ഒരു ഫിഗർ വരച്ചെടുക്കാം, ക്വാഡ്രിലാറ്ററലിനെ വരച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഒരു ബൈസെക്ടർ വരയ്ക്കാം. എത്രയെങ്കിലും ഒരു ലെങ്ത് ഉള്ളത് വരയ്ക്കാം നമുക്ക്. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ 6 സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട്. 6 സെൻറ്റിമീറ്ററിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. നമുക്കറിയാം ബൈസെക്ടർ വരയ്ക്കാം അല്ലേ? പകുതിയിൽ കൂടുതൽ നീളം എടുക്കുക, എന്നിട്ട് മുകളിലേക്കും താഴേക്കും ആർക്ക് വരയ്ക്കുക, രണ്ട് സൈഡിൽ നിന്നും അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഇതുപോലെ വരച്ചെടുക്കാം. ഈ ജോയിൻ്റ് പോയിൻറ്റ്സ് നമ്മൾ ജോയിൻ ചെയ്യിക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടിയില്ലേ? ഇതിന് നമുക്ക് AB എന്ന് കൊടുക്കാം. അപ്പോൾ ഇതൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടി. അപ്പോൾ ഇതിനെ 3 സെൻറ്റിമീറ്റർ ആക്കി മാറ്റിയിട്ടുണ്ടാവും. അതൊന്നും ഇവിടെ നമുക്ക് കുഴപ്പമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതേ അളവ് 3 സെൻറ്റിമീറ്റർ തന്നെ നമ്മൾ ഈ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടറുമേയും മെഷർ ചെയ്തെടുക്കുക. അതായത് ഈ 3 സെൻറ്റിമീറ്റർ തന്നെ എവിടേക്ക് കൊടുക്കുക? ഈ മുകളിലത്തെ പെർപെൻഡിക്കുലർ ബൈസെക്ടറുമേയും മാർക്ക് ചെയ്തെടുക്കുക. മുകളിലും അതുപോലെ തന്നെ താഴെയും നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. ഓക്കെ. അപ്പോൾ ഇതാ ഇവിടെ വരും 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെയും 3 സെൻറ്റിമീറ്റർ, ഇതും 3 സെൻറ്റിമീറ്റർ അല്ലേ? ഈ പോയിൻറ്റ്സ് കേട്ടോ. അപ്പോൾ നമ്മൾ 3 സെൻറ്റിമീറ്റർ എടുത്തത്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ, അതായത് ഇത് O ആണെങ്കിൽ ഇത് PQ എന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ 3 സെൻറ്റിമീറ്റർ വീതം മെഷർ ചെയ്ത പോയിൻറ്റ്സ് Pയും Qയും കൊടുക്കുക. അപ്പോൾ AOയും 3 ആണ്, OB 3 ആണ്, OQ 3 ആണ്, OPയും 3 ആണ്. ഇനി ആ പോയിൻറ്റ്സുകളെ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക. ഏത് പോയിൻറ്റ്സിനെ? ഇപ്പോൾ കിട്ടിയ ഈ 3 സെൻറ്റിമീറ്റർ വീതം നമ്മൾ വരച്ചില്ലേ, ആ പോയിൻറ്റ്സുകളെ. അതായത് Pന്ന് Bയിലേക്ക് വരയ്ക്കുക, അതുപോലെ Aന്ന് Qയിലേക്ക് ജോയിൻ ചെയ്യുക, അതുപോലെ ഇവിടേക്കും ജോയിൻ ചെയ്യുക. അതായത് Bയിൽ നിന്ന് Qയിലേക്ക്, Bയിൽ നിന്ന് Qയിലേക്ക് ജോയിൻ ചെയ്യുക, ഇതും ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ എന്താ വരച്ചത്? ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു, അവർ ജോയിൻ ചെയ്തിട്ട് ഒരേ ലെങ്ത്തിൽ വരച്ചു അല്ലേ? എന്നിട്ട് അത് ജോയിൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു? ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചു. അപ്പോൾ ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചിട്ട് ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാൻ. അപ്പോൾ നമ്മൾ ആദ്യം പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചെടുത്തു, എന്നിട്ട് ആ പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു? ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചു. ഇനി ഈ വരച്ച ഫിഗർ ഒരു റോംബസ് ആണോ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ ഒരു റോംബസ് ആവാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? നേരത്തെ ഞാൻ പറഞ്ഞതാണ് അല്ലേ? തൊട്ട് മുമ്പ് എന്താ നമ്മൾ പറഞ്ഞത്? റോംബസ് ആവാനുള്ള കണ്ടീഷൻ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആൻഡ് പാരലൽ അല്ലേ? ഈക്വൽ ആൻഡ് പാരലൽ ആയിരിക്കണം. ഇനിയോ അവരുടെ ഡയഗണൽസ് എന്തായിരിക്കാം? ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഈച്ച് അതർ. അതായത് അവരുടെ ഡയഗണൽസ് പരസ്പരം പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സും ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഈ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ് നമ്മളിവിടെ നമ്മളിത് പ്രൂവ് ചെയ്തല്ലേ. ഇനി ഈ സൈഡുകൾ, ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആൻഡ് പാരലൽ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കിയേ, ഈ സൈഡ് ഇത് 3 അല്ലേ വരച്ചേ? ഇതും 3, ഇതും 3, ഇതും 3. നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ 4 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നിങ്ങൾക്ക് കാണാം അല്ലേ? ഏതൊക്കെയാണ് 4 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ? AOP അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, അതുപോലെ POB അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, അടുത്തത് BOQ അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, അടുത്തത് QOA അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ?
അപ്പോൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുകളുടെ ഈ സൈഡുകളൊക്കെ എന്താ 3 സെൻറ്റിമീറ്റർ വീതം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതതിൻ്റെ എന്താ വരിക? ഇതതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? നിങ്ങൾക്കറിയാം ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ വരയ്ക്കുക നമ്മൾ. അതിൽ ഇത് ബേസ്, ഇത് ഹൈറ്റ്, ഇത് നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് അല്ലേ വരിക. നമ്മുടെ ഈ ഹൈപ്പോട്ടന്യൂസാണ് ഇവിടെ ഈ സൈഡുകൾ വരിക. പി ബിയും ബി ക്യു, എ ക്യു, എ പി, അതൊക്കെ ഈ 4 റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുകളുടെയും ഹൈപ്പോട്ടന്യൂസുകളാണ് അല്ലേ? അപ്പോൾ ഈ സൈഡുകളൊക്കെ സെയിം ആണെങ്കിൽ ഈ ഹൈപ്പോട്ടന്യൂസുകളും സെയിം ആയിരിക്കില്ലേ അല്ലേ? ഹൈപ്പോട്ടന്യൂസ് നമ്മൾ പൈതഗോറിയൻ തിയറം പഠിച്ചിട്ട് നമ്മൾ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇവിടെ ആവശ്യമില്ല, നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നോക്കൂ, ഈ ട്രയാങ്കിളിൻ്റെ ഇതും 3 സെൻറ്റിമീറ്റർ, മുകളിലേക്കും 3 സെൻറ്റിമീറ്റർ. ഇവിടെ അതെ, ഈ ട്രയാങ്കിളിൻ്റെ 3 തന്നെയാണ്, ഈ ബേസും 3 തന്നെയാണ്. ഇനി ഈ ട്രയാങ്കിളിൽ നോക്കിയേ, ഇവിടേക്ക് ഇങ്ങോട്ടും 3 സെൻറ്റിമീറ്റർ, ഒ ബിയും 3 സെൻറ്റിമീറ്റർ. ഈ ട്രയാങ്കിളിൻ്റെയോ എ തൊട്ട് ഒ വരെയും 3 സെൻറ്റിമീറ്റർ, ഒ തൊട്ട് ക്യൂ വരെയും 3 സെൻറ്റിമീറ്റർ. അപ്പോൾ നോക്കൂ, എല്ലാത്തിൻ്റെയും മറ്റേ 2 സൈഡുകളും 3 സെൻറ്റിമീറ്റർ വീതമാണ്. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എല്ലാത്തിൻ്റെയും കണ്ടുപിടിച്ചാലും ഒരേ നമ്പർ തന്നെയല്ലേ നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ തന്നെ ആയിരിക്കില്ലേ? അത്രയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസുകൾ ഈക്വലാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ എല്ലാ സൈഡുകളും ഈക്വലാണ് എന്നാണ് അർത്ഥം അല്ലേ? അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? പി എ ഈസ് ഈക്വൽ ടു പി ബി ഈസ് ഈക്വൽ ടു ബി ക്യു ഈസ് ഈക്വൽ ടു എ ക്യു. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്കിതെല്ലാം എന്താണെന്ന് കിട്ടി? ഈക്വലാന്ന് കിട്ടി. ഇനി അത് മാത്രം പോരല്ലോ, അത് പാരലലാന്നും കൂടെ നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ? അതായത് ഓപ്പോസിറ്റ് സൈഡ്സ് ഒക്കെ ഈക്വലാന്ന് കിട്ടി. ഇനി ഓപ്പോസിറ്റ് സൈഡുകൾ പാരലലാണോ എന്ന് പ്രൂവ് ചെയ്യണം. അതെങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യാം? അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ 2 സൈഡാണ് വരയ്ക്കുന്നത്. അതായത് ഇവിടെ എ പിയും അതുപോലെ ബി ക്യൂവും എടുക്കാം ഞാൻ. ഓക്കെ, ഈ 2 സൈഡ് പാരലലാണോ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഏതൊക്കെയാണ്? എ പിയും അതുപോലെ തന്നെ എ പിയും പിന്നെ ഏതാണ് നമ്മൾ എടുക്കുന്നത്? പറഞ്ഞേ. ബി ക്യു അല്ലേ? ബി ക്യു ആണ് എടുക്കുന്നത്. ഓക്കെ, ബി ക്യു. ഇത് ഈ സൈഡ് കേട്ടോ, പി എ അല്ലെങ്കിൽ എ പി. ഈ സൈഡാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്, ബി ക്യു അല്ലേ? ഇനി നോക്കിയേ നിങ്ങൾ, ഈ ഡയഗണൽ ഉണ്ടല്ലോ, ഈ ഡയഗണൽ എ ബി എന്ന് പറയുന്ന ഡയഗണൽ ഇതിനെങ്ങനെ കട്ട് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 പാരലൽ ലൈനുകളെ, അതായത് ഇവിടെ 2 പാരലൽ ലൈനാണ് പി എയും ബി ക്യൂവും. ആ 2 പാരലൽ ലൈനുകളെ കട്ട് ചെയ്ത് പോകുന്ന ഒരു ലൈനാണ് നമ്മുടെ ഇവിടുത്തെ ഈ ഡയഗണൽ എ ബി എന്ന് പറയുന്നത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് നമ്മുടെ 2 പാരലൽ ലൈൻ. അതിനെ കട്ട് ചെയ്ത് പോകുന്ന ലൈനാണ് ആര്? ഈ എ ബി എന്ന് പറയുന്ന ലൈൻ അല്ലേ? ഈ പാരലൽ ലൈനായിട്ടുള്ള എ പിനെയും അതുപോലെ ക്യൂ ബിനെയും കട്ട് ചെയ്ത് പോകുന്ന ലൈനാണ് ആര്? എ ബി. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഈ ആംഗിളും ഈക്വലാണെന്ന്. എന്താ ആംഗിളിൻ്റെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഓൾട്ടർനേറ്റ് ആംഗിൾ എന്ന് പറയും. നിങ്ങൾ ഇപ്പോൾ ഓർക്കുന്നില്ലേ? 2 പാരലൽ ലൈൻ, അതിനൊരു ലൈൻ ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഈ ആംഗിള് അതുപോലെ ഈ ആംഗിള്, അതായത് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇതും അതുപോലെ ഇതും എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇതുപോലെ ഇത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെയും വരുന്ന ആംഗിൾ ഓൾട്ടർനേറ്റ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആർ സെയിം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് മനസ്സിലായല്ലോ. അതായത് ഇവിടെ നമ്മൾ ഈ ഫിഗറിൽ കാണിക്കുകയാണെങ്കിൽ ഈ ആംഗിളുമാണ് ഞാൻ വരച്ച് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഇതിനെ സെപ്പറേറ്റ് ഇവിടെ വരച്ച് കാണിച്ചതാണ്. അപ്പോൾ ഈ 2 ആംഗിളുകൾ ഈക്വൽ ആവാൻ കാരണം എന്താണ്? ദേ ആർ ഓൾട്ടർനേറ്റ് ആംഗിൾസ്, സോ ദേ ആർ ഈക്വൽ. അപ്പോൾ അങ്ങനെ ഈക്വൽ ആവുകയാണെങ്കിൽ ഈ 2 സൈഡും എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ 2 സൈഡിൻ്റെയും പറയാലോ. ആരുടെ? എ ക്യൂൻ്റെ. ഇപ്പോൾ എ ക്യൂ നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ എ ക്യൂ ഇതാണെങ്കിൽ, ഇനി ഇവിടെ നമ്മുടെ പി ക്യൂ വരയ്ക്കുകയാണെന്ന് വിചാരിക്കാം. പി ക്യൂ, അതിൻ്റെ ഡയഗണൽ എന്താ വരിക? അതിൻ്റെ ഡയഗണൽ നമുക്ക് വരുന്നത്, ഇത് പി ബി ആണ് കേട്ടോ, പി ബി. പി ക്യൂ എന്താണ്? ഇതിൻ്റെ കട്ട് ചെയ്ത് വരയ്ക്കുന്ന ഡയഗണൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ ഇതും ഓൾട്ടർനേറ്റ് ആംഗിൾസ് വരില്ലേ? അതായത് ഇവിടെയും എന്ത് വരും? ഇതും ഓൾട്ടർനേറ്റ് ആംഗിൾസ് വരും. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ 2 സൈഡുകളും പാരലൽ ആണെന്നാണ്. ഓക്കെ, അപ്പോൾ പാരലൽ ലൈൻസിനെ നമ്മൾ
മറ്റൊരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ. അപ്പോൾ അത് പാരലൽ ലൈൻസിനാവുമ്പോഴാണല്ലോ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ കിട്ടുക. അപ്പോൾ ആ 2 ലൈൻസും എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയപ്പോൾ? ഈ 4 സൈഡുകൾ ഈക്വൽ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ പാരലൽ ആണെന്നും പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ഈ ഒരു കണ്ടീഷൻ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ. ഇനി ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഈച്ച് അതർ, അതും നമ്മൾ പറഞ്ഞു അല്ലേ. ഇത് രണ്ടും നോക്കിയേ, എ ബിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ് എന്ത്? പി ക്യു. അതുപോലെ പി ക്യുവിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ് ആര്? എ ബി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? സോ ദിസ് ക്വാഡ്രിലാറ്ററൽ ഈസ് എ, അപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ, അതായത് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സായിട്ട് നമ്മൾ വരച്ചിട്ട് അതിലൊരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? ദിസ് ക്വാഡ്രിലാറ്ററൽ ഈസ് എ റോംബസ് അല്ലേ. ഇതൊരു റോംബസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് അതൊരു റോംബസ് ആണെന്ന് പ്രൂവ് ചെയ്യാം. ഇനി നമുക്ക് ഇത് ഈ ഡയഗണൽസിൻ്റെ ലെങ്ത്ത് ഈക്വൽ ആണെങ്കിൽ അത്തരം റോംബസിനെ സ്ക്വയർ എന്നും വിളിക്കാം. ഫോർ എക്സാമ്പിൾ ഇതൊരു സ്ക്വയർ ആണ്. നോക്കിയേ, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ളതും 3 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ നിന്ന് ഒ എയും 3 ആണ്, ഒ ക്യൂവും 3 ആണ്, 3 സെൻറ്റിമീറ്റർ ആണ്. ഒ തൊട്ട് ബി വരെയും 3 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ അത് ഇങ്ങനെ ഉണ്ടാക്കുന്ന റോംബസുകൾ, അതായത് ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് അതിൻ്റെ ഡയഗണൽസ് ഈക്വൽ ലെങ്ത് ആണെങ്കിൽ അതൊരു സ്ക്വയർ ആണെന്നും നമുക്ക് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ പ്രൂവ് ചെയ്ത ആ ഒരു പോയിൻറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഈച്ച് അതർ ആണെങ്കിൽ ആ ക്വാഡ്രിലാറ്ററൽ എന്തായിരിക്കും? ഒരു റോംബസ് ആയിരിക്കും. അതായത് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ് ഈ ക്വാഡ്രിലാറ്ററലിനുള്ളതെങ്കിൽ എന്താണ്? ഈ ക്വാഡ്രിലാറ്ററൽ ഒരു റോംബസ് ആയിരിക്കും എന്നല്ലേ നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമുക്കതൊന്ന് എഴുതാം. ഇഫ് ദ ഡയഗണൽസ്, എങ്ങനെ എഴുതാം? ഇഫ് ദ ഡയഗണൽസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ആർ perpendicular bisectors of each other, then the quadrilateral is a എന്തായിരിക്കും? റോംബസ് അല്ലേ. അതായത് ഡയഗണൽസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ, അതായത് ഇതൊരു ക്വാഡ്രിലാറ്റർ ആണെന്ന് വിചാരിക്കാം. ക്വാഡ്രിലാറ്ററിൻ്റെ ഡയഗണൽസ് പരസ്പരം പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണെങ്കിൽ, അതായത് ഈ ബൈസെക്ടർ ഇതിന് പെർപെൻഡിക്കുലറും അതുപോലെ ഈ ബൈസെക്ടർ ഇതിന് പെർപെൻഡിക്കുലറും ആവാം. അങ്ങനെയാണെങ്കിൽ ആ ഒരു ക്വാഡ്രിലാറ്ററൽ 4 സൈഡുള്ള ആ ഒരു ഷേപ്പ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? റോംബസ് ആയിരിക്കും. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞല്ലോ അങ്ങനെ ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഈക്വൽ ലെങ്ത് ആവുക, അതായത് ഇത് 3 സെൻറ്റിമീറ്റർ, ഇത് 3 സെൻറ്റിമീറ്റർ, ഇത് 3 സെൻറ്റിമീറ്റർ, ഇത് 3 സെൻറ്റിമീറ്റർ. എന്നിട്ട് നമ്മളൊരു ക്വാഡ്രിലാറ്റർ, അത് റോംബസ് ആണെങ്കിൽ ആ റോംബസിൻ്റെ ഡയഗണൽസ് അല്ലേ, ഡയഗണൽസ് ഈക്വൽ ലെങ്ത് ആണെങ്കിൽ അതൊരു സ്ക്വയർ ആയിരിക്കും. മനസ്സിലായോ? അതായത് റോംബസിൻ്റെ ഈ ഡയഗണൽസ് ഈക്വൽ ലെങ്ത് ആവണമെന്നില്ല, നിർബന്ധമില്ല. പക്ഷേ ഈക്വൽ ലെങ്ത് ഉള്ള ഡയഗണൽസ് ആയിട്ട് വരികയാണെങ്കിൽ, ഈ ഡയഗണൽസാണിത് എന്ന് വിചാരിക്കാം, ഈ ക്വാഡ്രിലാറ്ററിൻ്റെ. അപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററിൻ്റെ ഡയഗണൽസ് ഈക്വൽ ആവുക എന്ന് പറഞ്ഞാൽ എന്താ? ഇതും ഇവിടെ നിന്ന് ഇവിടം വരെയുള്ളതും 6, ഈ ഡയഗണലും 6 സെൻറ്റിമീറ്റർ. അതായത് ഓരോ കഷ്ണവും 3 വീതം അല്ലേ, 3 സെൻറ്റിമീറ്റർ വീതം. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളൊക്കെ 90 ആയിരിക്കും. ഈ വെർട്ടെക്സിൻ്റെ അവിടെ വരുന്ന ആംഗിളൊക്കെ 90 ആയിരിക്കും. അപ്പോൾ ആ റോംബസ് അതൊരു റോംബസ് തന്നെയായിരിക്കും. പക്ഷെ അതെന്തും കൂടി ആയിരിക്കും? ഒരു സ്ക്വയറും കൂടെ ആയിരിക്കും. കാരണം എന്താ? ആ റോംബസിൻ്റെ ഡയഗണൽസ് ഈക്വൽ ലെങ്ത് ആണ്. അപ്പോൾ ഒരു ഡയഗണൽ ഈക്വൽ ലെങ്ത് ഉള്ള റോംബസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതൊരു സ്ക്വയറും കൂടി ആണെന്ന് പറയാം. ഓക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഓൾ 4 സൈഡ്സ് ആർ ഈക്വൽ. ഓക്കെ, ഓൾ 4 സൈഡ്സ് ആർ ഈക്വൽ. അപ്പോൾ എന്തായിരിക്കും? ആൻഡ് ഡയഗണൽസ് ആർ ഓഫ് ഈക്വൽ ലെങ്ത്, then that rhombus will be a square. Okay.
അതായത് ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു ഡയഗണൽ വരച്ചു. അപ്പോൾ ഇത് 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇത് 3 കട്ട് ചെയ്യും അല്ലേ. ഇനി ഇത് ഞാൻ 8 സെൻറ്റിമീറ്റർ എടുത്തെങ്കിലോ ഇത് 4 കട്ട് ചെയ്യും. അപ്പോഴും ഇത് പാരലൽ ആൻഡ് ഈ രണ്ടെണ്ണം പാരലൽ സൈഡ്സ് പാരലൽ ആൻഡ് ഈക്വൽ ആണെങ്കിൽ ഇത് റോംബസ് ആയിരിക്കും അല്ലേ. ഇത് റോംബസ് ആയിരിക്കും. പക്ഷേ ഈ ഡയഗണൽസ് ഇപ്പം ഇത് സ്ക്വയർ ആയിരിക്കില്ല, ഈ റോംബസ് സ്ക്വയർ ആവില്ല. പക്ഷെ നമ്മൾ വേറൊരു ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ, അതായത് രണ്ടും ഈക്വൽ ലെങ്ത് ആണ് ബൈസെക്റ്റ്, അതായത് ഡയഗണൽസ് എങ്കിൽ എല്ലാം 3 വീതമായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ ഒക്കെ ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? റോംബസ് തന്നെയായിരിക്കും. പക്ഷെ അതൊരു എന്തായിരിക്കും, ഒരു സ്ക്വയറും കൂടിയായിരിക്കും. കാരണം എന്താ, ഈ ലെങ്ത് ഒക്കെ ഈക്വൽ അല്ലേ. അപ്പോൾ ഈ ആംഗിൾസൊക്കെ 90 ഡിഗ്രിയും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതൊരു സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒരു റോംബസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈക്വൽ ആൻഡ് അതായത് ഓപ്പോസിറ്റ് സൈഡ്സുകൾ എല്ലാ 4 സൈഡ്സുകളും ഈക്വൽ ആയിരിക്കും. അതായത് റോംബസിൻ്റെ 4 സൈഡുകളും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അതുപോലെ തന്നെ പാരലലും ആയിരിക്കും അല്ലേ, ഓപ്പോസിറ്റ് സൈഡ്സൊക്കെ പാരലലും ആയിരിക്കും. അതുപോലെ അതിൻ്റെ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ റോംബസിനെ കുറിച്ച് മനസ്സിലാക്കി വെക്കുക. ഇനി ഒരു റോംബസിൻ്റെ ഡയഗണൽസ് ഈക്വൽ ലെങ്ത് ആണെങ്കിൽ ആ റോംബസ് എന്തായിരിക്കും, ഒരു സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഡയഗണൽസ് ഈക്വൽ ആണെങ്കിൽ ആ റോംബസ് ഒരു സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഡയഗണൽസ് ഈക്വൽ അല്ലെങ്കിൽ അത് സ്ക്വയർ ആയിരിക്കില്ല, ഒരു റോംബസ് ആയിരിക്കും, അത്രേ നമുക്ക് പറയണ്ടൂ. പക്ഷേ നമ്മൾ വരയ്ക്കുന്ന റോംബസിൻ്റെ എല്ലാ ഡയഗണൽസിൻ്റെ ലെങ്ത്ത് ഈക്വൽ ആണെങ്കിൽ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കതിനൊരു സ്ക്വയർ എന്ന് വിളിക്കാം. ഇപ്പം നോക്കൂ, ഈ വരച്ചത് അതാണ് അതിന് എക്സാമ്പിൾ. അതായത് ഈ ഒരു ഡയഗണലും 6 ആണ്, ഇതും 6 ആണ്. അതുപോലെ അത് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. അതുപോലെ ഈ എല്ലാ സൈഡുകളും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു റോംബസുമാണ്, ഇതൊരു സ്ക്വയറുമാണ്. ഓക്കെ, അടുത്തത് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചെയ്യാൻ തന്നിരിക്കുന്നെങ്കിൽ, ഡ്രോ എ സ്ക്വയർ വിത്ത് ഡയഗണൽ 6 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്കിവിടെ എന്താ വരയ്ക്കേണ്ടത്? സ്ക്വയർ ആണ് വരയ്ക്കേണ്ടത്. ഡയഗണൽസ് 6 സെൻറ്റിമീറ്റർ ഉള്ള സ്ക്വയർ. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളോട് സ്ക്വയർ ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്താ? ഡയഗണൽസ് എന്താണ്, ഈക്വൽ ആവണം അല്ലേ. ഡയഗണൽസ് ഈക്വൽ ആവണം. അതായത് ഇത് 6 ആണെങ്കിൽ ഇത് 3 ആയിരിക്കും. അപ്പോൾ ഇങ്ങോട്ട് വരയ്ക്കുന്ന ഡയഗണലും 3 ആക്കുക. അപ്പോൾ നമുക്ക് എന്താണ്, അത് തമ്മിൽ യോജിപ്പിച്ചാൽ എന്ത് കിട്ടും? നമുക്കൊരു സ്ക്വയർ കിട്ടും. ഇതൊരു റോംബസും കൂടിയാണ്. നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞേ ഉള്ളൂ അല്ലേ. അതായത് എല്ലാ സൈഡുകളും ഈക്വൽ ആവുക, അതുപോലെ തന്നെ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആവുക എന്ന് പറഞ്ഞാൽ അതൊരു റോംബസാണ്. ഇനി ആ വരയ്ക്കുന്ന ഡയഗണൽസ് ഈക്വൽ ലെങ്ത് ആവുക കൂടെ ചെയ്യുകയാണെങ്കിൽ അതെന്തായി, ഒരു സ്ക്വയറായി നമുക്ക് പറയാം, ഒരു സ്ക്വയർ ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ വരയ്ക്കാം? അപ്പോൾ ഡയഗണൽസ് 6 സെൻറ്റിമീറ്റർ ആവണം അല്ലേ. 2 ഡയഗണലും 6 ആണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഒരു ഡയഗണൽ 6 നമുക്കിവിടെ എങ്ങനെ വരയ്ക്കാം. മറ്റേത് എങ്ങനെ വരയ്ക്കണം? ഇത് 6 സെൻറ്റിമീറ്റർ ആണ്. ഇതിന് ഞാൻ എ ബി എന്ന് പേര് കൊടുക്കാം. ഇനി ഇതൊരു ഡയഗണൽ. ഇനി അടുത്ത ഡയഗണൽ നമ്മളെങ്ങനെ വരയ്ക്കും? ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ പോരെ. എന്നിട്ട് നമുക്കതിൽ ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. എന്നാലല്ലേ നമുക്ക് ഡയഗണൽ കറക്റ്റ് എന്തേ ഉള്ളൂ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിട്ടല്ലേ വരിക സ്ക്വയറിൻ്റെ. അപ്പോൾ ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ പകുതിയിൽ കൂടുതൽ ലെങ്ത് എടുക്കുക. നമ്മൾ മുമ്പൊക്കെ ചെയ്യാറുള്ള പോലെ തന്നെ ആർക്ക് വരയ്ക്കുക. ഇവിടെ നിന്നും എയിൽ നിന്നും നമ്മൾ ആർക്ക് വരയ്ക്കുക, താഴേക്കും മുകളിലേക്കും ആർക്ക് വരയ്ക്കാം. ഇത് ഞാനിനി റിപ്പീറ്റ് ചെയ്യേണ്ടല്ലോ, നിങ്ങൾ പഠിച്ചില്ലേ ഇതെങ്ങനെയാണ് ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക എന്നുള്ളത്. അപ്പോൾ 6 സെൻറ്റിമീറ്ററിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമ്മൾ വരച്ചെടുത്തു. ഇനി എന്ത് ചെയ്യണം, ഇതിന് ഇവിടെ 3 സെൻറ്റിമീറ്റർ, ഇത് 3 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഇതിനെയും ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചില്ലേ ഇപ്പോൾ, അതിനെയും 3 സെൻറ്റിമീറ്റർ ആക്കണം. കാരണം ഇവിടെയും നമുക്ക് എന്താ വേണ്ടത്, ടോട്ടൽ 6 സെൻറ്റിമീറ്റർ വരണം അല്ലേ. അതായത് ഡയഗണൽസ് മൊത്തം ഇതും 6 സെൻറ്റിമീറ്റർ, ഇതും 6 സെൻറ്റിമീറ്റർ വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെ 6 സെൻറ്റിമീറ്റർ ആക്കാനായിട്ട് എന്ത് ചെയ്യാം, 3 ആക്കി കട്ട് ചെയ്യാം അല്ലേ. 3 സെൻറ്റിമീറ്ററിൻ്റെ അവിടെ വരുമ്പോൾ നമ്മൾ അവിടെ ഒരു പോയിൻ്റ് കൊടുക്കുക. അതുപോലെ ഇവിടുന്ന് താഴത്തേക്കും 3 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തെടുക്കുക. അപ്പോൾ ഒ എന്ന് പറയുന്ന പോയിൻ്റിൽ നിന്ന് മുകളിലേക്കും 3 സെൻറ്റിമീറ്റർ എടുത്തു, താഴത്തേക്കും 3 സെൻറ്റിമീറ്റർ എടുത്തു. അപ്പോൾ ഇതിൻ്റെയും ഇപ്പോൾ ഞാൻ പേര് കൊടുക്കുകയാണെങ്കിൽ പി ക്യു, ഈ പി ക്യൂവിൻ്റെ ലെങ്ത്തും 6 സെൻറ്റിമീറ്റർ ആയി അല്ലേ. ഇനി ഇവർ തമ്മിൽ യോജിപ്പിച്ചാൽ പോരെ, പിയും ബിയും തമ്മിൽ യോജിപ്പിക്കുക. അതുപോലെ ബിയും ക്യൂവും തമ്മിൽ യോജിപ്പിക്കുക, പിയും എയും തമ്മിൽ യോജിപ്പിക്കുക, എയും ക്യൂവും തമ്മിൽ യോജിപ്പിക്കുക. ഇപ്പോൾ നോക്കൂ, നമുക്കിതൊരു സ്ക്വയർ കിട്ടി അല്ലേ. ഇതൊരു സ്ക്വയറാണ്. ആരാ,
APBQ is a square with diagonals AB equal to 6 cm, PQ is equal to 6 cm. കണ്ടോ? അപ്പോൾ നമ്മൾ രണ്ട് ഡയഗണൽസ് 6 സെൻറ്റിമീറ്റർ വീതമുള്ള ഒരു എന്ത് വരച്ചെടുത്തു? സ്ക്വയർ വരച്ചെടുത്തു. അപ്പോൾ ഇത് റോംബസും കൂടിയാണെന്ന് ഞാൻ പറഞ്ഞു. സ്ക്വയർ ആവാനുള്ള കാരണം ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഈക്വൽ ലെങ്ത് ആയതുകൊണ്ടാണ് ഇതൊരു സ്ക്വയറും കൂടി ആയി മാറിയത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ വരച്ചതെന്ന് മനസ്സിലായല്ലോ. ആദ്യം നമ്മൾ 6 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നു, അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നു, അതുമ്പോൾ നമ്മൾ താഴത്തേക്ക് 3 സെൻറ്റിമീറ്ററും മുകളിലേക്ക് 3 സെൻറ്റിമീറ്റർ മെഷർ ചെയ്യുന്നു. കാരണം നമുക്ക് ആ ഡയഗണലിൻ്റെ മൊത്തം ലെങ്ത് 6 ആണ് വരേണ്ടത്. എന്നിട്ട് നമ്മൾ ആ പോയിൻറ്റ്സൊക്കെ ജോയിൻ ചെയ്ത് വരച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്കൊരു സ്ക്വയർ വിത്ത് ഈക്വൽ ലെങ്ത് ഉള്ള ഡയഗണൽസ് ഉള്ള ഒരു സ്ക്വയർ കിട്ടും. അടുത്തത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 111 കൊടുത്തിരിക്കുന്ന ഈ പ്രോബ്ലമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മളോട് റോംബസ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു 3 ടൈപ്പ് റോംബസ് വരയ്ക്കണം. അപ്പോൾ അതിൻ്റെ 3ൻ്റെയും 2 ഡയഗണൽസിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് റോംബസുകൾ എങ്ങനെ വരച്ചെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ റോംബസിൻ്റെ ഡയഗണൽ തന്നിരിക്കുന്നത് 6 സെൻറ്റിമീറ്റർ ആൻഡ് 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ 6 സെൻറ്റിമീറ്റർ ആൻഡ് 4 സെൻറ്റിമീറ്റർ വരയ്ക്കാം? ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് വരയ്ക്കാമല്ലോ. 6 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും വരയ്ക്കാൻ എളുപ്പമാണ് അല്ലേ? അപ്പോൾ 6 സെൻറ്റിമീറ്റർ ആദ്യം വരയ്ക്കുക. എങ്ങനെയാണ് റോംബസ് വരയ്ക്കുക? 6 സെൻറ്റിമീറ്റർ ആദ്യം വരയ്ക്കുന്നു. ഇതാ 6 സെൻറ്റിമീറ്റർ വരയ്ക്കുക. ഇനി ഇതിൻ്റെ എന്ത് വരയ്ക്കണം? പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. അപ്പം ഞാൻ പേര് കൊടുക്കുന്നുണ്ട് AB. ഇനി ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണ്ടേ? പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ എല്ലാവർക്കും അറിയാലോ. സിമ്പിളല്ലേ? ഇതേ പകുതിയിൽ കൂടുതൽ ലെങ്ത് എടുക്കുക, മുകളിലേക്ക് ഒരു ആർക്ക് കൊടുക്കുക, താഴത്തേക്ക് ഒരു ആർക്ക് കൊടുക്കുക. ഇനി ഈ സൈഡിൽ നിന്നും കൊടുക്കുക, ഇവിടെ നിന്നും ആർക്ക് കൊടുക്കുക, അതുപോലെ ഇവിടെ നിന്ന് താഴത്തേക്ക് ആർക്ക് കൊടുക്കുക. അപ്പോൾ ഈ കൂട്ടിമുട്ടുന്ന പോയിൻറ്റ്സുകൾ തമ്മിൽ എന്ത് ചെയ്യുക? നമ്മൾ ജോയിൻ ചെയ്ത് വരയ്ക്കാം. പെർപെൻഡിക്കുലർ ബൈസെക്ടർ കുറേ വരച്ച കാരണം ഞാനിതിനി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല. അപ്പോൾ മനസ്സിലായല്ലോ. അതായത് AB എന്ന് പറയുന്ന ലൈൻ ലെങ്ത്ത് നമ്മൾ വരച്ചു. അപ്പോൾ അത് എത്രയായിരുന്നു? 6 സെൻറ്റിമീറ്റർ എടുത്തത്. അപ്പോൾ ഇത് 3 സെൻറ്റിമീറ്റർ, ഇത് 3 സെൻറ്റിമീറ്റർ. ഇനി പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു, അതുമ്പോൾ നമ്മൾ എത്രയാണ് വരയ്ക്കേണ്ടത്? ടോട്ടൽ 4 സെൻറ്റിമീറ്റർ വേണം. അപ്പോൾ നമ്മുടെ നടുക്കിൽ മിഡ് പോയിൻറ്റിൽ നിന്ന് മുകളിലേക്ക് എത്ര എടുക്കണം? 4ൻ്റെ പകുതി അല്ലേ? അതായത് 2 സെൻറ്റിമീറ്റർ മുകളിലേക്കും 2 സെൻറ്റിമീറ്റർ ഇവിടെ നിന്ന് താഴത്തേക്ക് കൊടുത്താൽ മതി. അപ്പം മുകളിലേക്ക് 2 സെൻറ്റിമീറ്റർ എടുക്കുക. സ്കെയിലെടുത്താലും മതി നിങ്ങൾ. മുകളിലേക്കും 2 സെൻറ്റിമീറ്റർ എടുത്തു. ഓക്കെ, ഇവിടെ വരും. മുകളിലേക്കും 2 സെൻറ്റിമീറ്റർ, താഴേക്കും 2 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എന്തായിരിക്കും? ഞാൻ ഇതിന് പേര് PQ എന്ന് കൊടുക്കാം. ഇനി ഇത് തമ്മിൽ ഇത് എത്രയാണ്? 2 സെൻറ്റിമീറ്റർ, ഇത് 2 സെൻറ്റിമീറ്റർ. അതായത് മൊത്തം നമുക്കിവിടെ വരുന്ന ABയുടെ ലെങ്ത്ത് 6 സെൻറ്റിമീറ്ററും PQൻ്റെ ലെങ്ത്ത് 4 സെൻറ്റിമീറ്ററും കിട്ടും അല്ലേ? ഓക്കെ, അങ്ങനെയല്ലേ നമ്മൾ വരച്ചത്. അപ്പോൾ AB എന്ന് പറഞ്ഞത് 6 സെൻറ്റിമീറ്റർ വരച്ചു. അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചിട്ട് അതുമ്പോൾ നമ്മൾ 4 സെൻറ്റിമീറ്റർ എടുക്കണം. അപ്പോൾ മുകളിലേക്ക് 2 സെൻറ്റിമീറ്റർ എടുക്കുക, താഴത്തേക്ക് 2 സെൻറ്റിമീറ്റർ എടുക്കുക, മിഡ് പോയിൻറ്റിൻ്റെ അവിടെ നിന്ന്. ഓക്കെ, ഓടെ അവിടെ നിന്ന്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെയും 2, ഇവിടെയും 2. ഇനി ഈ പോയിൻറ്റ്സുകൾ നമ്മൾ എന്ത് ചെയ്യുക? യോജിപ്പിച്ച് വരയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ പോയിൻറ്റ്സുകൾ ഇവിടെ നിന്ന് ബിയിലേക്ക് യോജിപ്പിക്കുക, എന്ന് ക്യൂയിലേക്ക് യോജിപ്പിക്കുക, പിന്ന് എയിലേക്ക് യോജിപ്പിക്കുക, ബിയിൽ നിന്ന് ക്യൂയിലേക്ക് യോജിപ്പിക്കുക. ഇപ്പോൾ നോക്കൂ, APBQ എന്ന് പറയുന്ന റോംബസ് നമുക്ക് കിട്ടി. അതിൻ്റെ ഡയഗണൽസ് ഏതൊക്കെയാണ്? ഡയഗണൽസ് 6 സെൻറ്റിമീറ്റർ, ഒന്ന് 4 സെൻറ്റിമീറ്റർ. അതായത് ഒരു ഡയഗണൽ AB, അതിന് 6 സെൻറ്റിമീറ്റർ. ഒരു ഡയഗണൽ PQ, അതും 6 സെൻറ്റിമീറ്റർ. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പെർപെൻഡിക്കുലർ വരച്ച് ചെയ്യുന്നത്? കാരണം റോംബസിൻ്റെ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ് അല്ലേ? നമ്മൾ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വരച്ചത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഏത് റോംബസും വരച്ചെടുക്കാനായിട്ട് പറ്റും. ഒരു ലെങ്ത്തിന് നിങ്ങൾ ബേസ് ലൈനായിട്ട് വരയ്ക്കുക. അതായത് ഒരു ഡയഗണൽ ഇങ്ങനെ വരയ്ക്കുക, അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചിട്ട് മറ്റേ മെഷർമെൻറ്റ് അതിൽ അടയാളപ്പെടുത്തുക. ആ പോയിൻറ്റ്സുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള റോംബസ് വരച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്കിതിൽ സെക്കൻഡ് പ്രോബ്ലം നോക്കാം. ഇനി അതിൽ സെക്കൻഡ് പ്രോബ്ലം തന്നിരിക്കുന്നത്
അതിൽ തന്നെ നമ്മുടെ ഡയഗണൽസ് ഒന്ന് 6.5 സെൻറ്റിമീറ്ററും ഒന്ന് 4 സെൻറ്റിമീറ്ററും ആയിട്ട് എടുക്കണം. അങ്ങനെയുള്ള റോംബസാണ് നമുക്കിതിൽ വരയ്ക്കേണ്ടത്. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടത്? ഈ 6.5നെ നമുക്ക് ആദ്യം വരയ്ക്കാം. അപ്പോൾ 6.5 വരയ്ക്കാം. സ്കെയിൽ എടുക്കുക, 6.5 വരയ്ക്കാം. ഇവിടെ നിന്ന് ഇവിടെ വരെ 6.5. ഓക്കെ, അപ്പോൾ ഇത് 6.5 ആണ് വരച്ചത്. ഇനി ഇതിന് ഞാൻ എ ബി എന്ന് പേര് കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, അതൊന്നും പ്രശ്നമില്ല കേട്ടോ. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം അല്ലേ? സ്റ്റെപ്പൊക്കെ സെയിം തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ പകുതിയിൽ കൂടുതൽ നീളം എടുക്കുക, മുകളിലേക്ക് ഒരു ആർക്ക് കൊടുക്കുക, താഴത്തേക്ക് ഒരു ആർക്ക് കൊടുക്കുക. അതുപോലെ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും മുകളിലേക്ക് ആർക്ക് കൊടുക്കുക, താഴേക്കൊരു ആർക്ക് കൊടുക്കുക. കൂട്ടി മുട്ടിയില്ലെങ്കിൽ നിങ്ങളൊന്നും കൂടെ അതിനെ എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. ഓക്കെ, ഇതാ അപ്പോൾ നമുക്കിവിടെ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് കിട്ടും അല്ലേ? ഈ പോയിന്റുകൾ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം? യോജിപ്പിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ എന്താ വരച്ചേ? പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. ആരുടെ? എ ബിയുടെ അല്ലേ? അപ്പോൾ നമുക്ക് ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറുമ്പോൾ എന്ത് വേണം? ഈ മെഷർമെൻറ്റ്, രണ്ടാമത്തെ മെഷർമെൻറ്റ് എടുക്കണം. അപ്പോൾ മൊത്തം ടോട്ടൽ നമുക്ക് 4 വേണ്ടത്. അതായത് ആ ഡയഗണലിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 4 മതി. അപ്പം മുകളിൽ ഈ നടുക്കിലത്തെ പോയിന്റിൽ നിന്ന് മുകളിലേക്കും 2 സെൻറ്റിമീറ്ററും താഴത്തേക്കും 2 സെൻറ്റിമീറ്റർ എടുത്താൽ ടോട്ടൽ 4 ആവില്ലേ? അപ്പോൾ നമുക്ക് മുകളിലേക്കും 4 സെൻറ്റിമീറ്റർ എടുക്കാം, താഴത്തേക്കും മുകളിലേക്ക് 2 സെൻറ്റിമീറ്റർ എടുക്കുക, 2 എടുക്കുക, താഴേക്കും എന്തെടുക്കുക? 2 സെൻറ്റിമീറ്റർ എടുക്കുക. അപ്പോൾ ഇത് 2 സെൻറ്റിമീറ്റർ, ഇത് 2 സെൻറ്റിമീറ്റർ. ഇതോ എ ബിയുടെ ലെങ്ത്ത് 6.5 ആണ് അല്ലേ? അപ്പോൾ അത് ഓരോന്നും എത്രയായിരിക്കും? 3.25. ഇതും 3.25 ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ നിന്ന് ഇതിനെ നമുക്ക് പി ക്യൂ എന്ന് നേരത്തെ കൊടുത്ത പോലെ തന്നെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡയഗണൽ എ ബി എന്ന് പറയുന്ന ഡയഗണൽ മൊത്തം 6.5ഉം പി ക്യൂ എന്ന് പറയുന്ന ഡയഗണൽ മൊത്തം 4 സെൻറ്റിമീറ്ററുമായി ഈ പറയുന്ന ലെങ്ത്ത് നമ്മൾ വരച്ചു. ഇനി ഇവർ തമ്മിൽ യോജിപ്പിച്ച് വരച്ചാൽ മതി. അപ്പോൾ നമ്മുടെ റോംബസ് റെഡിയാവും. പി തൊട്ട് ബിയിലേക്കും, ഇവിടെ നിന്ന് ബിന്ന് ക്യൂയിലേക്കും, എയിൽ നിന്ന് ക്യൂയിലേക്ക്, അതുപോലെ എയിൽ നിന്ന് പിയിലേക്ക്. ഓക്കെ, അപ്പോൾ നോക്കിയേ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പി ബി ക്യു എ എന്ന് പറയുന്ന റോംബസ് കിട്ടി വിത്ത് ഡയഗണൽസ് ഏതൊക്കെയാണ്? പി ക്യു 4 സെൻറ്റിമീറ്റർ, എ ബി 6.5 സെൻറ്റിമീറ്റർ. ഇതെല്ലാം നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞത്. ഒരു 6.5 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും ഡയഗണലുള്ള ഒരു റോംബസ് നമ്മൾ വരച്ചെടുത്തു. അപ്പോൾ ഏത് റോംബസ് വരയ്ക്കാൻ പറഞ്ഞാലും ഡയഗണൽ തന്നിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം നമ്മൾ വരച്ച് അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചിട്ട് അതുമ്മേ രണ്ടാമത്തെ ലെങ്ത്ത് മെഷർ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആ പോയിൻറ്റ്സുകൾ കൂട്ടി യോജിപ്പിച്ച് വരച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഏത് റോംബസും ഡയഗണൽസ് തന്നാൽ ഈസി ആയിട്ട് വരയ്ക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് അടുത്തത് ചെയ്ത് നോക്കാം. തേർഡ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ റോംബസ് വരയ്ക്കാൻ തന്നിരിക്കുന്ന മെഷർമെൻറ്റ് ഏതൊക്കെയാണ്? 6 സെൻറ്റിമീറ്ററും 4.5 സെൻറ്റിമീറ്ററും. അതായത് ഒരു ഡയഗണൽ 6 സെൻറ്റിമീറ്റർ, ഒരു ഡയഗണൽ 4.5 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ 4.5 സെൻറ്റിമീറ്ററിനെ താഴെ വരയ്ക്കാം. കാരണം മറ്റേത് നമുക്ക് പകുതി എടുക്കേണ്ട കാരണം ഈ 4.5നെ പകുതി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടല്ലേ. 4.5ൻ്റെ പകുതി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ് വരിക? നമുക്കറിയാം 2.25 വരിക അല്ലേ. അപ്പോൾ നമുക്ക് സ്കെയിലിൽ നമുക്ക് 2.25 എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, 6നെ പകുതിയാക്കാൻ ഈസിയാണ്, 3 വെച്ചിട്ട് ഈക്വലാക്കാം. 4.5നെ പകുതിയാക്കിയാലും നമുക്ക് കിട്ടുന്നത് 2.25 ആണ്. അപ്പോൾ ആ 2.25നെ നമുക്ക് സ്കെയിലിൽ എടുക്കാൻ കിട്ടാത്ത കാരണം നമുക്ക് എന്ത് ചെയ്യാം, ബേസ് അതായത് ആദ്യം നമുക്ക് ഇതിനെ 4.5 വരച്ചിട്ട് അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. അതല്ലേ കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ നമ്മൾ 4.5 വരയ്ക്കാം. 4.5 വരയ്ക്കാം. അപ്പോൾ ഇതെത്രയാണ്? എ ബി ഒരു ഡയഗണൽ 4.5. അപ്പോൾ ഞാൻ ആദ്യം ഈ ഡയഗണലാണ് വരയ്ക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. എങ്ങനെയാണ്? പകുതിയിൽ കൂടുതൽ നീളം എടുക്കുക, മുകളിലേക്കും താഴത്തേക്കും ആർക്ക് കൊടുക്കുക, ബി എന്നും വരയ്ക്കാം, അതുപോലെ എവിടെ നിന്ന് വരയ്ക്കാം? എ എന്നും വരയ്ക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടി. അപ്പോൾ
ഇതാണ് നമ്മുടെ എ ബിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അതും ഇനി എത്രയാണ് നമുക്ക് എടുക്കേണ്ട ലെങ്ത്ത്? 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ നടുക്കിൽ നിന്ന് മുകളിലേക്കും 3 എടുക്കുക, താഴത്തേക്കും 3 എടുക്കുക. അപ്പോൾ ടോട്ടൽ അത് 6 ആയിക്കോളും അല്ലേ? അപ്പോൾ മുകളിലേക്ക് നമ്മൾ 3 എടുക്കുമ്പോൾ അത് കുറച്ചും കൂടെ കയറി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചാലും മതി കേട്ടോ. ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ട് 3 സെൻറ്റിമീറ്റർ എടുക്കുക. മുകളിലേക്ക് 3 സെൻറ്റിമീറ്റർ എൻ്റെ ഇവിടെയാണ് വരുന്നത്. താഴത്തേക്കുള്ള 3 സെൻറ്റിമീറ്റർ ഇവിടെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് പ്രശ്നമില്ല. നിങ്ങൾ ഈ പെർപെൻഡിക്കുലർ ലൈനിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചാൽ മതി, നീട്ടി വരച്ചാൽ മതി. എന്നിട്ട് ആ വരുന്ന പോയിൻ്റ് 3 സെൻറ്റിമീറ്റർ നമ്മൾ മെഷർ ചെയ്ത് കിട്ടുന്ന പോയിൻ്റ് ഉണ്ടല്ലോ, അതിനെ പി ക്യൂ എന്ന് കൊടുക്കുക. അതായത് ഇവിടേക്ക് ഓയിൽ നിന്ന് മുകളിലേക്ക് 3 സെൻറ്റിമീറ്റർ, ഓയിൽ നിന്ന് താഴത്തേക്ക് 3 സെൻറ്റിമീറ്റർ. ആ പോയിൻറ്റുകളെ നമ്മൾ മാർക്ക് ചെയ്ത് വയ്ക്കുക. ആ പോയിൻറ്റുകൾ എന്ത് ചെയ്യുക? യോജിപ്പിക്കുക. പിയും ബിയും യോജിപ്പിക്കുക, ബിയും ക്യൂവും യോജിപ്പിക്കുക, അതുപോലെ എയും ക്യൂവും യോജിപ്പിക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഒരു കൈറ്റിൻ്റെ പോലെയുള്ളൊരു റോംബസ് കിട്ടും അല്ലേ? ശരിക്കും ഒരു പട്ടം പോലെയില്ലേ ഇത് കാണാനായിട്ട്? ഇതൊരു റോംബസ് കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഈ ലെങ്ത്ത് ഓരോന്നും 2.25ഉം ഇതും 2.25 ആയിരിക്കും. കാരണം എ തൊട്ട് ബി വരെ 4.5 ആണ്. അപ്പോൾ അതിൻ്റെ പകുതി ആകുമ്പോൾ 2.25, ഇവിടെയും 2.25. ഇനി മുകളിലേക്ക് നമ്മൾ മൊത്തം വേണ്ട ഡയഗണലിൻ്റെ ലെങ്ത്ത് 6 ആണ്. അതുകൊണ്ട് ഓയിൽ നിന്ന് 3 സെൻറ്റിമീറ്റർ മുകളിലേക്ക് എടുത്തു, ഓയിൽ നിന്ന് താഴത്തേക്ക് 3 സെൻറ്റിമീറ്റർ എടുത്തു. ആ കിട്ടുന്ന പോയിൻറ്റ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ജോയിൻ ചെയ്ത് വരച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡയഗണൽസ് ഒന്ന് 6ഉം ഒന്ന് 4.5ഉം ആയിട്ടുള്ള ഒരു റോംബസ് കിട്ടി. അതായത് പി ബി ക്യു എ. ഡയഗണൽസ് ഏതൊക്കെയാണ്? ഡയഗണൽസ് 6 സെൻറ്റിമീറ്റർ ആൻഡ് 4.5 സെൻറ്റിമീറ്റർ. മനസ്സിലായല്ലോ? സിമ്പിളല്ലേ ഇത്? അപ്പോൾ നിങ്ങൾ നന്നായിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ.